ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയാലോ? ഇന്ന് നമുക്ക് അനസ്തീഷ്യ മെഷീൻ്റെ പ്രവർത്തനവും പാർട്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മുടെ മെഷീൻ കണ്ടാൽ അത് എന്താണെന്നും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനായിട്ടാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു ഡെമോ മെഷീനാണ്. ഇതിനെപ്പറ്റി എൻജിനീയർ നമുക്ക് പറഞ്ഞു തരുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അനസ്തീഷ്യ മെഷീൻ. ഒന്ന് പറഞ്ഞേ, എന്താണ് അനസ്തീഷ്യ മെഷീൻ? അനസ്തീഷ്യ മെഷീൻ എന്നാൽ പേഷ്യൻറ്റിനെ മയക്കാനായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്യാസസും ഇൻഹലേഷൻ ഏജൻസും ഒക്കെ മിക്സ് ചെയ്ത് അനസ്തീഷ്യ ഡോക്ടർ സെറ്റ് ചെയ്യുന്ന റേഷ്യോയിൽ ബ്രീത്തിങ് സർക്യൂട്ട് വഴി പേഷ്യൻറ്റിലോട്ട് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ അനസ്തീഷ്യ മെഷീൻ എന്ന് പറയുന്നത്. ഇതിന് പല പാർട്സുകളുണ്ട്. അതിൽ ചില പാർട്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കണ്ടോ, ഇതാണ് വേപ്പറൈസർ. ഇൻഹലേഷൻ ഏജൻസ് ആയ സേവോഫ്ലോറൈൻ, ഐസോഫ്ലോറൈൻ, ഡെസ്ഫ്ലോറൈൻ ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ഹ്യൂമിഡിഫയറാണിത്. മെഷീൻ്റെ ഓരോ പാർട്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അടുത്തതായിട്ട് ഈ കാണുന്നതാണ് വെന്റിലേറ്റർ. ഇതിലിപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് അഡൾട്ടിൻ്റെ ബെല്ലോസ് ആണ്. പീഡിയാട്രിക് ബെല്ലോസും ഉണ്ട് കേട്ടോ. ചില മെഷീനിൽ നമുക്കിത് ഊരി മാറ്റാനായിട്ട് കഴിയും. അതുപോലെ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബൻറ്റ് കാനിസ്റ്റർ. ഇതിനകത്ത് നമ്മൾ സോഡാ ലൈം ഗ്രാനുൾസ് ഫില്ല് ചെയ്യും കേട്ടോ. സോഡാ ലൈം എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബൻ്റ് ആണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രൊഡക്റ്റായി പേഷ്യൻസ് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്യൂരിഫൈ ചെയ്ത് ഫ്രഷ് ഗ്യാസ് ഫ്ലോ ആക്കി കൊടുക്കുന്നു എന്നതാണ്. ഒരു റീസൈക്ലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ, ക്ലോസ് സർക്യൂട്ട് ടൈമിൽ. ഇതൊരു ഫെദർ ടച്ച് ലോക്കിംഗ് സിസ്റ്റമാണ് ഈ മെഷീനിലുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് അവരിതിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഓക്സിജൻ സെൻസറാണ്. ഇതിൽ ഈ സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇൻസ്പിറേറ്ററി ഓക്സിജൻ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണിത്. ഈ ലിവർ എന്ന് പറയുന്നത് ബാക്ക് മാസ്കിൽ നിന്നും വെന്റിലേറ്ററിലോട്ട് പെട്ടെന്ന് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ലിവറാണ് കേട്ടോ. പിന്നെ ഇതിനെ APL വാൽവ് എന്നാണ് പറയുന്നത്, അതായത് അഡ്ജസ്റ്റബിൾ പ്രഷർ ലിമിറ്റിംഗ് വാൽവ്. ഓക്സിജൻ ഫ്ലഷ് ചെയ്യുന്നതിനായിട്ട് ഓക്സിജൻ ഫ്ലഷ് ബട്ടണും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ളത് ഓക്സിലറി കോമൺ ഗ്യാസ് ഔട്ട്ലെറ്റ് പോർട്ടാണ് കേട്ടോ. ചില മെഷീനുകളിൽ ഇവിടെ ഒരു ഫ്ലോ മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഈ മെഷീനിൽ അതില്ല കേട്ടോ. പല മെഷീനും പല രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് സക്ഷൻ പോർട്ടാണ്. ഇതിൽ സക്ഷൻ്റെ പവർ മാക്സിമം കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ട്. മെഷീൻ്റെ പുറകിലായിട്ടാണ് സക്ഷൻ ട്യൂബ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ശേഷം നമുക്ക് സക്ഷൻ ലൈനറിലോട്ട് ട്യൂബിൻ്റെ മറ്റേ അറ്റം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നോക്കിക്കേ, ഈ മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ബോക്സ് പോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ സ്പെയർ ആയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറും നൈട്രോ സിലിണ്ടറും കീപ്പ് ചെയ്യുന്നത്. ഇത് സിലിണ്ടറൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കീ ആണ്. സിലിണ്ടറിന്റെ സേഫ്റ്റിക്ക് ആയിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. പല മെഷീനും ബാക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി മെഷീൻ ഒന്ന് ഓൺ ചെയ്യാം. ഇതാണ് പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ കേട്ടോ. ഡീപ്പായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഓൺ ചെയ്യാം. ഇതേ നോക്കിക്കുക, 2 മോണിറ്റർ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിൽ ഒന്ന് വെന്റിലേറ്റർ കൺട്രോൾ പാനൽ മോണിറ്ററും മറ്റേത് വൈറ്റൽസ് മോണിറ്ററും ആണ്. കെയർ സ്റ്റേഷൻ 750 എന്ന മോഡലാണ് കേട്ടോ ഈ മെഷീൻ. ഈ മെഷീൻ്റെ പ്രത്യേകത എന്നത് ഡിജിറ്റൽ ഗ്യാസ് മിക്സർ നമുക്ക് മോണിറ്റർ തന്നെ ചെയ്യാം കേട്ടോ. ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ബോബ്സ് ഒന്നും ഇതിലില്ല കേട്ടോ. ആദ്യം തന്നെ മെഷീൻ ടെസ്റ്റ് പാസ്സാക്കേണ്ടതുണ്ട് കേട്ടോ. എന്തെങ്കിലും ലീക്കേജോ പ്രോബ്ലംസോ മെഷീനിലുണ്ടോ എന്ന് അറിയുന്നതിനായിട്ടാണ് കേട്ടോ ഈ ടെസ്റ്റ് പാസ്സാക്കുന്നത്. എങ്ങനെയാണ് ഞാൻ മറ്റൊരു വീഡിയോയിലിടാം. അത് മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ കേട്ടോ. അപ്പോൾ വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്കത് സെറ്റാക്കാം. ടെസ്റ്റ് പാസ്സാക്കിയ ശേഷം നമുക്ക് സ്റ്റാർട്ട് കേസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കേട്ടോ മോണിറ്ററിൽ കാണുന്നത്. അതിൽ നമ്മൾ സിസ്റ്റം സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ വരും. പാരാമീറ്റേഴ്സ് ഈ ഒരു സെക്ഷനിലും മെഷർമെൻറ്റ് വാല്യൂ ഇവിടെയുമാണ് വരുന്നത്. ഇത് കാണിക്കുന്നത് ഡ്യൂറിങ് ഇൻഡക്ഷൻ ടൈമിൽ ഏജൻറ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് വാല്യൂ കൊടുത്ത് നമുക്ക് സേവ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര സേവോ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പേഷ്യൻറ്റിലോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഡക്ഷൻ ടൈമിൽ ഓക്സിജനും നൈട്രസും എങ്ങനെ ഇതിൽ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലോ. ഇപ്പോൾ ഷോ ചെയ്യുന്ന 100 എന്നത് ഓക്സിജൻ വിത്ത് എയർ ആണ് കേട്ടോ. ആ 100 ചേഞ്ച് ചെയ്ത് 50% ആക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന മെഷർമെൻറ്റിൽ നിന്ന് 50% ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നൈട്രസ് വേണമെങ്കിൽ ഗ്യാസ് സെറ്റപ്പിലോട്ട് പോയി അതർ ഗ്യാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നൈട്രസ് ഓക്സൈഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ക്ലോസ് ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് 50% ഓക്സിജൻ നൈട്രസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മോണിറ്ററിൽ കാണുന്ന 8.25 എന്നത് ടോട്ടൽ ഫ്ലോ ആണ്. ഫ്ലോ ചേഞ്ച് ചെയ്യാൻ അതിൽ തന്നെ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ 2 ഓപ്ഷനാണ് അവർ പറയുന്നത്. ഒന്ന് ടച്ച് ആൻഡ് ക്ലിക്കും മറ്റൊന്ന് റൊട്ടേഷൻ ബോബ് ആൻഡ് ക്ലിക്കും. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് മെഷർമെൻറ്റ്സ്. ഇതിൽ പ്രഷറും മീൻ പ്രഷറും പീപ്പും കാണിക്കും കേട്ടോ. ടൈഡൽ വോളിയവും കാണിക്കുന്നുണ്ടേ.
ഇപ്പോൾ നമ്മൾ മെഷീന് ബാഗ് മാസ്കിൽ നിന്നും വെന്റിലേറ്ററിലോട്ട് മാറ്റുവാണ്. ഇപ്പോൾ പ്രഷർ വോളിയം കൺട്രോൾ മോഡിലാണ് കിടക്കുന്നത് കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ഐക്കൺ തുറന്നു വരും. അതിൽ നമുക്ക് വോളിയം കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ടൈഡൽ വോളിയവും റെസ്പിറേറ്ററി റേറ്റും റേഷ്യോവും പീപ്പും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോണിറ്ററിൻ്റെ സെറ്റിങ്സ് വരുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം അഡീഷണൽ സെറ്റിങ്സ് ആണ്. വി ഹാവ് ടൈമർ ഓൾസോ. അതിൽ പ്രസ് ചെയ്താൽ ടൈമർ സ്റ്റാർട്ടാകും. മസിൽ റിലാക്സൻ്റ് ഒക്കെ കൊടുത്തിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടൈമർ ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേ നോക്കിക്കേ, ടൈമറിൻ്റെ തൊട്ട് മുകളിൽ നമുക്കൊരു പ്രഷർ ഗ്യാസ് ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ 1 മിനിറ്റ് നമ്മുടെ ഗ്യാസ് ഫ്ലോ പേഷ്യൻറ്റിലോട്ട് പോകുന്നത് പോസ് ചെയ്യാനായിട്ട് കഴിയും. ആഫ്റ്റർ 1 മിനിറ്റ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും കേട്ടോ. നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഡെപ്ത് ഓഫ് അനസ്തീഷ്യ അളക്കുന്ന ഇൻഡിക്കേറ്ററാണ് കേട്ടോ. സർജറി ടൈമിൽ അനസ്തീഷ്യ എത്രത്തോളം ഡീപ്പാണ് പേഷ്യൻറ്റിൽ എന്നുള്ളത് മോണിറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ബുക്ക്ലെറ്റിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോർഹെഡിൽ ലീഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് ഡെപ്ത് ഓഫ് അനസ്തീഷ്യ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും കേട്ടോ. ഇതാണ് EtCO2, അതായത് എൻ ടൈഡൽ കാർബൺ ഡൈ ഓക്സൈഡ് മെഷർ ചെയ്യുന്നത്. ഇതിനകത്ത് മോയ്സ്ചർ വരാതെ മാക്സിമം നോക്കണം കേട്ടോ. പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്യുവാണോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബോയിൽസ് മെഷീൻ്റെ പ്രധാന ഘടകങ്ങൾ. ഇനിയും ഒത്തിരി പാർട്സ് ഉണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ നമുക്കിടാം. വീഡിയോ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ബോയിൽസ് അപ്പാരറ്റസിനെ പറ്റി വിശദമായി പറയുവാണെങ്കിൽ ഡോക്ടർ ബോയിൽസ് ആണ് 1917 ആദ്യമായി അനസ്തേഷ്യ മെഷീന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു അമേരിക്കൻ മെയ്ഡ് അപ്പാരറ്റസ് ആണ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ബോയിൽസ് ലോ, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്താണ് മെഷീൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒത്തിരി ഡിസൈനൊക്കെ മാറ്റി നമുക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ പല കമ്പനി മെഷീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് നിങ്ങളിന്ന് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പല ടൈപ്പിൽ അനസ്തീഷ്യ മെഷീൻസ് ഉണ്ട്. അതിൽ ചിലതാണ് ഡ്രാഗർ, പെൻലോൺ, ഡ്രാഗർ പ്രൈമസ് അനസ്തീഷ്യ മെഷീൻ. ഇതെല്ലാം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയ മെഷീൻസ് ആണേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായ വീഡിയോ ആണെന്ന് തോന്നിയെങ്കിൽ ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായി എഴുതി അറിയിക്കണം. സംശയങ്ങളുണ്ടെങ്കിലോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ ചൂണ്ടിക്കാണിക്കാൻ മറക്കണ്ട കേട്ടോ. എസ്പെഷ്യലി താങ്ക് യു സോ മച്ച് ഫോർ മിസ്റ്റർ യാക്കൂബ് ഈ മെഷീൻ്റെ ഡെമോ ക്ലാസ് എടുത്തു തന്നതിന്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.